ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നുള്ളത്. പിന്നെ രാത്രി ഉണ്ടാക്കിയ ഒരു ഫുഡിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മസാല നൂൽപുട്ടും പിന്നെ നോർമലായിട്ടുള്ള ഇടിയപ്പവും പിന്നെ അതിൻ്റെ ഒരു പാലുമാണ്. നല്ലൊരു കോമ്പിനേഷൻ വരുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, സപ്പോർട്ട് ചെയ്യുക. അപ്പം കുറേ ഇൻട്രോ ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ചെമ്മീൻ മസാലേൻ്റെ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് മസാല ആക്കിയിട്ട് ഇടാൻ കഴിയില്ല. ചെമ്മീൻ ഫുള്ളായിട്ട് തന്നെ ഉള്ളത് അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പം മോൾക്ക് എക്സാം വന്ന് അപ്പോൾ രാത്രിയത്തെ ഫുഡ് കുറച്ച് നേരത്തെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് രാത്രി പഠിപ്പിച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ എന്തായാലും ഫുഡ് ഉണ്ടാക്കലും അവളെ പഠിപ്പിക്കലും എല്ലാം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതിനെക്കൊണ്ട് ഞാനിത് നേരത്തെ ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ചെമ്മീനെല്ലാം ഞാനിതുപോലെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചോപ്പാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പം ഉള്ളി നല്ലോണം മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് മസാല ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നത് വാടിയിട്ട് കിട്ടിയാൽ മാത്രം മതി. അപ്പം ഒന്ന് വാടി കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല അതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലേക്ക് വേണ്ട പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തതാണ്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 പച്ചമുളകാണ്. അപ്പോൾ എരിവെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. അപ്പം അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതും നല്ലതിലൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എരിവെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി 2 പച്ചമുളക് ഇട്ട് കൊടുത്തുകൊണ്ടാണ് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ അതുപോലെ നല്ലതിലൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് മതി ഇത് കുക്കാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മുളകെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുക്കാക്കി കൊടുത്താൽ മതി. അപ്പം മസാലയെല്ലാം നല്ലതിൽ മിക്സായി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുണ്ടായ ആ ഒരു ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് ഇത് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുറേ അധികം മസാലയൊന്നും ഇട്ട് കൊടുക്കാതിരിക്കലാണ് നല്ലത്. കാരണം ആ ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ കുറച്ച് മസാല മാത്രം ഇട്ടാൽ മതി. പിന്നെ ഗരം മസാല കാര്യങ്ങളൊന്നും ആവശ്യമൊന്നും
നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ അടുത്തത് നൂൽപുട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ആ ഒരു മാവ് കുഴച്ചെടുക്കാം. അപ്പം നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രമാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ, അത് സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ടേക്ക് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ആക്കാം. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ പൊടി ഇട്ട് കൊടുത്തു. ഓൾറെഡി പൊടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അല്ലോ ഞാൻ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ പൊടി ഇട്ട് കൊടുത്ത്. ഇനി ഇത് നല്ലതിലൊന്ന് കുഴച്ചെടുക്കണം. ഫുള്ള് കുഴച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായിട്ട് ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കൊന്നിത് നല്ലതിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളെ കൈ ഓക്കെ ആകുന്നത് വരെ ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ നന്മൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പൊടി എന്നാണ് ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു പ്രകാരം തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് തണിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ആക്കി വെക്കാം. അപ്പം നമ്മളെ കൈ അതിലേക്ക് ഓക്കെ ആകുന്ന മാതിരി ഇതൊന്ന് തണ്ണി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് പൊടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പാക്കറ്റിലും പല ഇൻസ്ട്രക്ഷനാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ചിലത് കറക്റ്റാകുന്നുണ്ട്, ചിലത് കുറച്ച് ലൂസായി പോകുന്നുണ്ട്. അപ്പോൾ ആ ലൂസാകുമ്പോൾ ടെൻഷനൊന്നും വേണ്ട. അതായത് ഇതുപോലെ കുറച്ച് പൊടി ഇട്ടിട്ട് അത് ടൈറ്റാക്കി കൊടുത്താൽ മതി. അപ്പം ഇത് എന്താ പറയുക, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പാക്കറ്റ് പൊടി യൂസ് ആക്കല്ല. ഞാൻ അധികവും നാട്ടിൽ നിന്ന് തന്നെയാണ് പൊടി കൊണ്ടുവരൽ. എന്താ പറയുക, അല്ലെങ്കിൽ നന്മൻ്റെ പോലെ ആ ഒരു ഷേപ്പിൽ നമുക്ക് മസാല നൂൽപുട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇത് ക്യാരറ്റ് ഗ്രേറ്റഡ് ആക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇത് ഓപ്ഷനിലായിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. ക്യാരറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നോർമലി നമുക്ക് ഇഡ്ഡലിയെല്ലാം വേവേണ്ട അത്ര ആ ഒരു സമയം തന്നെ മതി. ഒരു 20 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ക്ലോസ് ആക്കിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ അത് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചാൽ പെട്ടെന്നൊന്ന് പാലാക്കിയിട്ട് എടുക്കാമെന്നുള്ളത്, ഇടിയപ്പത്തിനുള്ള പാല്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 ഭാഗം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതുപോലെ ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതാ ഈ പാത്രത്തിൽ കാണുന്ന പോലെ കുറച്ച് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി അതായത് നമ്മൾ ദോശയെല്ലാം ഉണ്ടാക്കുന്ന അരിയാണ്. അപ്പം അത് ഞാൻ നല്ലതിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് വാഷാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തേങ്ങയും പച്ചരിയെല്ലാം മുങ്ങുന്നത്ര വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നല്ലതിലൊന്ന് അരച്ചെടുക്കണം. നല്ലൊരു പേസ്റ്റായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ ഇതാ ഞാൻ നല്ലതിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലത്തെ ഒരു അരപ്പയിലിട്ടിട്ട് നല്ലതിലൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് പാത്രമാണ് എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇത് അരച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് ഫുൾ അരച്ചെടുത്തതിന് ശേഷം ഈ സെയിം തേങ്ങ തന്നെ നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒന്നാം പാലെടുത്ത് ഇനി ഇതേ സെയിം തേങ്ങ വെച്ചിട്ട് തന്നെ നമ്മൾ രണ്ടാം പാലും എടുക്കണം. ഇത് ബ്ലെൻഡറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് ഇതുപോലെ സെയിം പാത്രത്തിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും വേണം നമുക്ക് ഈ ഒരു പാൽ കട്ടിക്ക് വേണ്ടത്. ആദ്യത്തെ നൂൽപുട്ട് മസാല നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടൊന്ന് സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത് ഞാൻ നോർമലുള്ള നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്, മസാല ഒന്നും ഇല്ലാത്ത നോർമലായിട്ടുള്ളത്. അപ്പോൾ സെയിം ആ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ അപ്പോൾ ഇതും എന്നെ അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് വരെ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ആക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഞാൻ പാൽക്കട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തേങ്ങാപ്പാൽ നല്ലതിലൊന്ന് തിളക്കുമ്പം അതിലേക്ക് വേണ്ടത് മധുരമാണ്. അപ്പോൾ മധുരത്തിനായിട്ട് ഞാൻ യൂസ് ആക്കുന്നത് വെല്ലമാണ്. അപ്പോൾ വെല്ലം നല്ലതിൽ ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വെല്ലം ആണ് ഞാനിത് ഉരുക്കിയെടുത്തിട്ടുള്ളത്. അപ്പം അതും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കൈ എടുക്കാതെ വേണം നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്താ പറഞ്ഞാൽ പച്ചരി ഇട്ടുകൊണ്ട് അത് പെട്ടെന്ന് കട്ടിയാവും, പാല് കുറച്ചിങ്ങനെ കുറുകിയിട്ട് വരും. അപ്പോൾ അത് കൈയെടുക്കാതെ വേണം ഇതുപോലെ ഇളക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഏലക്ക ഇതുപോലെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് ഇത് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വേണം കുറുകിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായിട്ട് ഇതും നമുക്ക് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പം നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം മസാല നൂൽപുട്ട് ഇതുപോലെ തന്നെ 20 മിനിറ്റ് കഴിയുമ്പോൾ എടുത്താൽ മതി. അതും ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം മസാല നൂൽപുട്ടും പിന്നെ നമ്മൾ ഇടിയപ്പം പാല് കട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി പെർഫെക്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. മസാല എല്ലാം എന്താ പറയുക ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയാണ്. ചെമ്മീനാകുമ്പോൾ പിന്നെ ഞാൻ പറയണ്ടല്ലോ, എന്താ പറയുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇടിയപ്പവും പാലും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റാണ് ഇത്. എല്ലാവർക്കും ഇതുപോലും തിന്നാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് അറിയിക്കുക. എപ്പോഴും വീഡിയോ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ സ്ഥിരം പരിപാടിയാണിത്. ഇനി ഇതെല്ലാം വാഷാക്കിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഓൺലൈനിലായിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ഫുഡാക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് വന്നിട്ടുണ്ടായത് സാധനം. അപ്പോൾ ഞാൻ ജസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇട്ടത് മാത്രം, ഓപ്പൺ ആക്കിയിട്ടൊന്നും നോക്കിയിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ ഞാനൊന്ന് വീഡിയോ എടുത്തെന്ന് മാത്രം. ഇനി ഇത് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് സാധനം എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേയായി ഞാൻ ഐഷാഡോ പാലറ്റെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ കഴിഞ്ഞില്ല നാട്ടിൽ പോകുന്ന സമയത്താണ് മറ്റേ വാങ്ങിച്ചന്ന് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിച്ചത്. ലോറിയൽ പാരീസിൻ്റെ ഐഷാഡോ പാലറ്റും പിന്നെ അതിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കും ഐലൈനർ എല്ലാം ആയിട്ട്. അതിനുശേഷം ഇപ്പോൾ ഇതാ കുറേ കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നുള്ളത്. പിന്നെ ഈ ഒരു ടിൻറ്റ് ഞാൻ കുറേയായി കാണുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വാങ്ങിക്കണം, എങ്ങനെയുണ്ടെന്ന് നോക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ കാണുമ്പോൾ ഇതും കൂടിയിട്ടൊന്ന് ഓർഡറാക്കി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബായ്.